ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡേ 13 ഓഫ് 30 ഡേയ്സ് ചലഞ്ച്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ രോഹിത് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു. എന്നിട്ട് എൻ്റെ ഫോണിൽ മെമ്മറി ഫുള്ളായി. ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നുണ്ട്, പെട്ടെന്ന് മെമ്മറി കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഇതിനകത്തോട്ട് ലാപ്പിൽ കോപ്പി ചെയ്ത് വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്നിട്ട് റെഡിയായി ഓഫീസിലെത്തി. കുറച്ച് നേരം കോൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കോഫിയൊക്കെ അവിടെ നിന്ന് കുടിച്ചു. എന്നിട്ട് ഞാൻ അമ്മൂമ്മയുടെ ബർത്ത്ഡേയുടെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആ സമയത്ത് അവിടെ വെച്ചെടുത്തു. നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് അപ്പോൾ ബിജു അനന്തോന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ ചായ കുടിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ഷെയർ ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ബാക്കി ഉച്ചയ്ക്ക് പോയിരുന്ന് കഴിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കത്തിയൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് പിന്നെ സീറ്റ് വന്നിരുന്ന് കുറച്ച് നേരം വർക്കൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് വർക്ക് എടുത്തു കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോയി. ഇന്ന് നല്ല തിരക്കായിരുന്നു ഓഫീസിൽ. അപ്പോൾ ഇരിക്കാൻ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണ് സീറ്റൊക്കെ കിട്ടിയത്. അങ്ങനെ സീറ്റ് തപ്പി നടക്കുന്ന കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. എനിക്കിങ്ങനെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തൊക്കെ ഇരുന്ന് കഴിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ കുന്നിൽ പോയി അവിടെ നിന്നൊരു ജ്യൂസും ക്രീം ബിസ്ക്കറ്റും ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ സീറ്റ് വന്നിരുന്ന് ബാക്കി പിന്നെയും വർക്ക് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ബിനി ഹസ്ബൻഡ് വന്ന സമയത്ത് നമ്മൾ ലിൻറ്റ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ലിൻറ്റൊക്കെ കൊണ്ടുപോയി. അത് നിബിൻ ചേട്ടൻ എല്ലാവർക്കും കൂടി ഇരുന്ന് ഇങ്ങനെ ഷെയർ ചെയ്തു. എത്ര എണ്ണമെന്നൊക്കെ എണ്ണിക്കാണും, ചോക്ലേറ്റ് മോഷണം പോവേ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് എണ്ണയൊക്കെ ഞങ്ങൾ പെട്ടിയിലൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കാൻ പോയി. ഇന്ന് നമ്മൾ ചായക്ക് ഹിമാലയൻ മാഗിയാട്ടോ ഓർഡർ ചെയ്തത്. അതിനകത്ത് ആക്ച്വലി 2 ബുൾസയും പിന്നെ കുറച്ചൊരു ലിക്വിഡി ആയിട്ടുള്ള മാഗിയാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് സീറ്റിൽ പോയപ്പം ഇന്ന് നല്ല രസമുള്ള വ്യൂ ആയിരുന്നു നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാനായിട്ട്. സൺസെറ്റ് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കടൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സണ്ണ് കറക്റ്റ് ഇങ്ങനെ താന്നു പോകുന്നതൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വ്യൂ ഒക്കെ ആസ്വദിച്ച് കടന്നു കഴിഞ്ഞിട്ട് തിരിച്ച് വീടെത്തിയപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും സ്റ്റാറ്റസ് കോളിൻ്റെ സമയമായി. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. വീട്ടിൽ നിന്ന് കേക്ക് കഴിച്ചു, ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആക്കി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.